അല്ലാഹു 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 അല്ലാഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയാണ്. അവന്റെ ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധി ഘട്ടങ്ങൾക്കും ഒരു വിരാമം അള്ളാഹുവിന്റെ സഹായത്തോടു കൂടിയാണ് ലഭിക്കുന്നത്. മനുഷ്യൻ പ്രവർത്തിക്കുകയും അതോടൊപ്പം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ തീർച്ചയായും ജീവിതത്തിൽ വിജയമുണ്ടാകും. ഓരോ പ്രാർത്ഥനയ്ക്കും അള്ളാഹു പ്രത്യേകമായ പ്രതിഫലങ്ങളും പവിത്രതകളും അള്ളാഹു നൽകിയിട്ടുണ്ട്. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരിക്കൽ പറഞ്ഞു, എന്റെ സഹോദരൻ യൂനുസ് നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥന വളരെ ശക്തിയേറിയതാണ്. ആ പ്രാർത്ഥന നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അതിനും പ്രതിഫലം നൽകുക തന്നെ ചെയ്യുമെന്നാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. യൂനുസ് നബി അലൈഹി സ്വലാം മത്സ്യം വിഴുങ്ങുകയും അവിടെ വെച്ച് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്തു. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയും പ്രതിസന്ധിയിൽ നിന്നും യൂനുസ് നബി അലൈഹി സ്വലാമിനെ രക്ഷിക്കുകയും മത്സ്യത്തിന്റെ വയറ്റിൽ നിന്നും പുറത്ത് ഭൂമിയിലേക്ക് എത്തുകയും ചെയ്തു. അങ്ങനെ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കും. ഖുർആനിൽ ധാരാളം ദുആകളും പറയാറുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഇസ്മുകൾ ചൊല്ലി ദുആ ചെയ്താൽ, പ്രത്യേകിച്ച് ഇസ്മുൽ ആലം അള്ളാഹുവിന്റെ 99 പേരുകൾ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പവിത്രമാക്കപ്പെട്ട ഒന്നാണ് ഇസ്മുൽ ആലം. പക്ഷെ ഏതാണ് ഇസ്മുൽ ആലം എന്ന് വ്യക്തമായി ഒരു അറിയിപ്പ് നമുക്ക് ലഭിക്കാത്തത് കൊണ്ട് ആ ഇസ്മുൽ ആലം എന്ന നിലയിൽ 99 പേരും നമ്മൾ ചൊല്ലി ദുആ ചെയ്താൽ തീർച്ചയായും അസ്മാഉൽ ഹസന അള്ളാഹുവിന്റെ പവിത്രമാക്കപ്പെട്ട പേരുകൾ ചൊല്ലി ദുആ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കുക തന്നെ ചെയ്യും. ഭൗതികമായ ആവശ്യങ്ങൾക്കും പാരത്രികമായ ആവശ്യങ്ങൾക്കും ഓരോ ഇസ്മിനും ചില പ്രത്യേകതകളും പവിത്രതകളും ഉണ്ട്. നമ്മുടെ ഹാജത്തുകൾ വീടാൻ, നമ്മുടെ ലക്ഷ്യങ്ങൾ വീടാൻ, ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ ഭൗതികമായ സാഹചര്യങ്ങളിൽ നമുക്ക് അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹങ്ങൾ ഉണ്ടാവണം, സമ്പത്ത് ഉണ്ടാവണം, ആരോഗ്യമുണ്ടാവണം, അങ്ങനെ നമുക്ക് നല്ല ജോലി, അങ്ങനെ ഓരോ കാര്യങ്ങളും നേടുവാൻ വേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യണം. അള്ളാഹുവിന്റെ പവിത്രമാക്കപ്പെട്ട ചില ഇസ്മുകൾ ചില കാര്യങ്ങൾക്ക് പ്രത്യേകം അള്ളാഹു കൂടുതൽ പ്രതിഫലം നൽകുന്നു എന്നതുകൊണ്ട് പണ്ഡിതന്മാരൊക്കെ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട് ചില പ്രത്യേക ദിക്റുകൾ. അള്ളാഹുവിന്റെ പേരുകളില് യാ ജാമിഉ എന്ന ദിക്ർ ഏറ്റവും വളരെയേറെ പവിത്രമാക്കപ്പെട്ട ഒരു ദിക്റാണ് യാ ജാമിഉ. ഈ ദിക്ർ ചൊല്ലിയാൽ നമ്മുടെ ഉദ്ദേശങ്ങൾ ഏതാണോ അത് അള്ളാഹു സ്വീകരിച്ചു തരും. ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട് ജീവിതത്തിൽ. ചിലർക്ക് നല്ല വാഹനം വേണം, നല്ല വീട് വേണം, കച്ചവടങ്ങളിൽ അഭിവൃദ്ധി ഉണ്ടാവണം, നല്ല കുടുംബജീവിതം വേണം. അങ്ങനെ ഓരോ മനുഷ്യനും ഉണ്ടാകുന്ന എല്ലാ ഉദ്ദേശ ലക്ഷ്യങ്ങളും സഫലീകരിക്കുവാൻ യാ ജാമിഉ എന്ന ദിക്ർ പതിവാക്കുക എന്ന് പണ്ഡിതന്മാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല വീട് എന്ന് പറയുന്നത് ആധുനിക കാലത്ത് എല്ലാവർക്കും ആവശ്യമായ ഒന്നാണ് വീട്. വീടില്ലാതെ വലയുന്ന എത്രയെത്ര സഹോദരന്മാർ സഹോദരിമാർ നമുക്കിടയിലുണ്ട്. ഒരു വിഭാഗം ആൾക്കാർ വലിയ വലിയ സൗധങ്ങൾ 2 പേർക്ക് താമസിക്കുവാൻ വേണ്ടി 100 കണക്കിന് ആൾക്കാർക്ക് ജീവിക്കാനുള്ള സൗകര്യങ്ങളുള്ള കെട്ടിടങ്ങളിലേക്ക് മാറുമ്പോൾ കുടുംബത്തിന് ഒന്നന്തി ഉറങ്ങാൻ കഴിയാത്ത രീതിയിൽ വളരെയേറെ ദയനീയമായ അവസ്ഥയിൽ വീടില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ വീടില്ലാത്തവർക്ക് വീട് ലഭിക്കുവാനും കച്ചവടങ്ങളിൽ അഭിവൃദ്ധി ഉണ്ടാകുവാനും മക്കൾ നല്ല രീതിയിൽ പഠിക്കുവാനും മക്കൾ സാലിഹാകാനും ഏതാണോ അള്ളാഹുവിന് വേണ്ടി ആത്മാർത്ഥമായി ഈ ദിക്ർ യാ ജാമിഉ എന്ന ദിക്ർ പതിവാക്കിയാൽ തീർച്ചയായും അള്ളാഹു നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ സഫലീകരിച്ച് തരുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു അള്ളാഹുവിന്റെ ഇസ്മാണ് മുഗ്നി. യാ മുഗ്നി എന്ന ദിക്ർ നമ്മൾ പതിവായി ചൊല്ലിയാൽ തീർച്ചയായും അള്ളാഹു അവനെ ഐശ്വര്യവാനാക്കുമെന്നാണ് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. അതുപോലെ യാ മാനിഉ എന്ന ദിക്ർ ചൊല്ലിയാൽ ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും തടയാൻ ഇത് ചൊല്ലുന്നത് നന്നായിരിക്കുമെന്നും പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഭൗതികമായ സാഹചര്യങ്ങളിൽ നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്താൽ അള്ളാഹുവിന്റെ പവിത്രമാക്കപ്പെട്ട ചില ഇസ്മുകൾ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കും. അത്തരം ദിക്റുകൾ പതിവാക്കുവാൻ നമുക്ക് സാധിക്കണം. പല സഹാബികളിലും സമ്പന്നരായ ഒരുപാട് പേരുണ്ടായിരുന്നു. ഇസ്ലാമിക ചരിത്രത്തിലെ പരിശുദ്ധ റസൂലിന്റെ കാലത്തെ ഏറ്റവും സമ്പന്നനായ ഒരു സഹാബിയായിരുന്നു അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. ഈ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു
മക്കക്കാരനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു എന്ന സമ്പന്നനായ മനുഷ്യൻ ഇസ്ലാമിലേക്ക് കടന്നു വരികയും തുടർന്ന് തന്റെ കച്ചവടവും സമ്പത്തും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് മദീനയിലേക്ക് കടന്നു പോവുകയും ചെയ്തിരുന്നു. അങ്ങനെ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മദീനയിലെത്തിയപ്പോൾ ഈ ഓരോ അൻസാരികളെയായിരുന്നു, ഈ മുഹാജിറുകളായ സഹാബികൾക്ക് അള്ളാഹുവിന്റെ റസൂൽ സഹോദരനായി നിശ്ചയിച്ചു കൊടുത്തത്. അങ്ങനെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിനെ അൻസാരിയായ സഅദ് ബിൻ റബീഹ് റളിയല്ലാഹു അൻഹുവിനെയാണ് പരിശുദ്ധ റസൂല് സഹോദരനായിട്ട് നിശ്ചയിച്ചു കൊടുത്തത്. അള്ളാഹുവിന്റെ റസൂല് വിളക്ക് ചേർത്ത ബന്ധം വളരെ ശക്തമായിരുന്നു. സഅദ് ബിൻ റബീഹ് റളിയല്ലാഹു അൻഹുവും അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവും വളരെ സ്നേഹത്തോടെയായിരുന്നു കഴിഞ്ഞത്. ഒരിക്കൽ സഅദ് ബിൻ റബീഹ് റളിയല്ലാഹു അൻഹു അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഏ അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, ഞാൻ ഈ നാട്ടിലെ മദീനയിലെ ഏറ്റവും വലിയ സമ്പന്നനാണ്. നമ്മൾ തമ്മിലുള്ള ബന്ധം വളരെ അഗാധമാണ്. അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെയോ? ഞാൻ വലിയ സമ്പന്നനാണ്, താങ്കൾ എന്റെ സഹോദരനുമാണ്. അതുകൊണ്ട് തന്നെ എന്റെ സ്വത്തിന്റെ പകുതി ഞാൻ താങ്കൾക്ക് തരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, താങ്കളുടെ സമ്പത്തിനും കുടുംബത്തിനും അല്ലാഹു ഐശ്വര്യം നൽകട്ടെ. പക്ഷേ ഞാനൊരു കാര്യം അങ്ങോട്ട് ചോദിക്കാം, എനിക്കത് ചെയ്താൽ മതി. താങ്കളുടെ സ്വത്ത് പകുതി തരുന്നതിനേക്കാളും ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാനൊരു ബിസിനസ്സുകാരനായിരുന്നു, കച്ചവടം എനിക്ക് ചെയ്യാൻ അറിയാം, കച്ചവടം ചെയ്യാൻ താല്പര്യമുള്ള ആളാണ്. അതുകൊണ്ട് ഈ നാട്ടിലെ മാർക്കറ്റ് എന്നെ കാണിച്ചു തരണം എന്നും എനിക്കൊരു കച്ചവടം ചെയ്യാൻ സഹായം ചെയ്യണം എന്ന് പറയുകയും സഅദ് ബിൻ റബീഹ് റളിയല്ലാഹു അൻഹു പിറ്റേ ദിവസം തന്നെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുമായി മാർക്കറ്റിൽ പോവുകയും അവിടെ ഒരു സ്ഥാപനം തുടങ്ങാൻ അവസരം കൊടുക്കുകയും ചെറിയ സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ആ കച്ചവടത്തിൽ നിന്ന് അഭിവൃദ്ധി ഉണ്ടാവുകയും പിന്നീട് ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായ സഹാബിയായി മാറുകയും ചെയ്തു. ചരിത്രത്തിൽ ഏറ്റവും സമ്പന്നനായ സഹാബി എന്നറിയപ്പെടുന്ന അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം അങ്ങനെയായിരുന്നു. ഇതിൽ നിന്നുള്ള പാഠം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, തന്റെ സ്വത്തിന്റെ പകുതി കൊടുക്കാൻ മുഹാജിറായ തന്റെ സഹോദരന് തന്റെ സ്വത്ത് കൊടുക്കാൻ ഹൃദയവിശാലത കാണിച്ച സഅദ് ബിൻ റബീഹ് എന്ന അൻസാരിയായ സഹാബിയുടെ വലിയ ഒരു മനസ്കഥ. മറ്റൊന്ന്, അത് വാങ്ങാതെ മറ്റുള്ളവർക്കൊരു ഭാരമാകാതെ സ്വന്തം പ്രയത്നം കൊണ്ട് ജീവിക്കുകയും അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും അങ്ങനെ ഉന്നത വിജയം നേടുകയും വലിയ സമ്പന്നനാവുകയും ഹലാലായ മാർഗത്തിൽ സമ്പത്ത് ശേഖരിക്കുകയും അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ആ സമ്പത്ത് വിനിയോഗിക്കുകയും ചെയ്ത അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു എന്ന صلى الله عليه وسلم